അനിയ 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 മോനെ അകത്ത് കയറിയ സ്മാരകം ഒന്ന് കണ്ടിട്ട് അതിന് പോലീസ് ഏറ്റെടുത്തേക്കല്ലേ ആളെ വിട്ടു തുടങ്ങിയോ? പിന്നില്ലേ അനിയൻ ചെന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പരിചയക്കാരെയും ബന്ധുക്കളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്ക്. ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്, അവിടെ കയറി താമസിച്ചാലും ഒരു കുഴപ്പമില്ലല്ലേ? എന്നാ ഒന്ന് ചേച്ചി വേറെ ആരെ കൊണ്ട് നോക്കണേ, ഒരാളെ പോലും വെറുതെ വിടല്ലേ. ഇതൊന്നും കണ്ട് പേടിക്കാതെ, ഗവൺമെന്റ് വക ഭൂമിയാ. ഇങ്ങോട്ട് തിരിച്ചിറങ്ങുന്നതിനാ നിനക്ക് ഇവിടെ താമസിക്കാൻ വകുപ്പുണ്ട്. എനിക്ക് പുരാവസ്ഥ പേടിപ്പിച്ചു വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ട് പോയി നമുക്ക് സ്റ്റാൻഡിൽ പോയി വേറെ ആളെ കൂട്ടിക്കൊണ്ടുവരാം. ഇറങ്ങാറായില്ല ഇതുവരെ. അരമണിക്കൂറിനുള്ളിൽ വീഡിയോയും തഹസീൽദാരെ സ്ഥലത്തെത്തും. വീട് സീൽ ചെയ്യും. പെട്ടെന്ന് ഇറങ്ങിക്കേ. സാർ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരമെങ്കിലും തന്നിട്ട്. അതൊക്കെ സർക്കാർ കാര്യോ? അതെ, ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ തീരുന്ന മുറയ്ക്ക് കുറച്ചെങ്കിലും കാശ് വീട്ടിലെത്തും. ഇറങ്ങണം. എല്ലാവരും ഇറങ്ങിക്കേ. ഒരുപാട് കാര്യങ്ങളുള്ളത്. ഇറങ്ങിക്കേ. നടക്ക്. അതെ, അതെടുക്കരുത്. അതും പുരാവസ്തു പെട്ടതാ. നിങ്ങൾ ഇറങ്ങിക്കേ. അതൊന്നും പറയാൻ പറ്റില്ല. പഴക്കൊന്നും പറയണ്ട. നിങ്ങൾ ഇറങ്ങിക്കേ. പിടിക്കണോ? കയ്യെടുത്ത് യാത്ര പറയാൻ ഇറങ്ങ. എടുത്തിറങ്ങ. പപ്പാ, മക്കളെ താൻ കുഴിച്ച കുടി താൻ തന്നെ വീഴുവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതാ നേരിട്ട് കണ്ടടാ. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ അവളവിടെ സതി ഞാനേ ഒരു സ്വപ്നം കണ്ടതാ. അതിനെന്തിനാ നീ എന്റെ കഴുത്ത് ഞെക്കിയത്? അതെ, ഞാൻ നരേട്ടനല്ല ഉദ്ദേശിച്ചേ. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ എടാ പപ്പ, ആ ലീലാവതിയുടെ അവസ്ഥ കാണുമ്പോ അല്പം ഒരു പ്രയാസം തോന്നുക. നേരെ ചേച്ചി, കാര്യങ്ങൾ ഒരല്പം കൈവിട്ടു പോയതൊരു സംശയം. അതെ, ഉറക്കത്തിൽ പേടിച്ചുള്ള നിലവിളിയും ഓരോ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോ കഷ്ടം തോന്നും. ഞങ്ങള് തമ്മി വാശിയാ, വൈരാഗ്യവാ, ഒക്കെ ശരിയാ. പക്ഷേ ഞാൻ കാരണം അവളുടെ വീട് അന്യാധീനപ്പെടുവോന്ന എന്റെ പേടി. ഇതിൽ നിന്ന് അവളെ ഒന്ന് രക്ഷിക്കണമല്ലോ. ഞാൻ പറയാ നാത്തൂനെ, ഇതിൽ നിന്ന് ഇപ്പൊ നമ്മളെ രക്ഷിക്കണമെങ്കിലേ ആ സതിച്ചേച്ചി വിചാരിച്ചാലേ സാധിക്കുള്ളൂ. അവളുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുത്താൻ നല്ലത് ആത്മഹത്യ. അല്ല, അയൽപ്പക്കാരി എന്ന നിലയിൽ അവര് പറഞ്ഞാൽ ചിലപ്പോ ഉദ്യോഗസ്ഥർ മുഖവിലേക്ക് എടുക്കും. രക്ഷിച്ചു തരണമെന്ന് ഞാൻ അവളുടെ കാല് പിടിക്കണോ? അതിനെ ഈ ലീലാതെ വേറെ ജനിച്ചു വരണം. ചോദിക്കാതെ തന്നെ സഹായം ചെയ്യല്, നമ്മുടെ കഴിവിൽ കൂടി ശത്രുക്കളെ രക്ഷിക്കല്. ഒരു തരത്തിൽ അതും നമുക്കൊരു ജയമാടാ മക്കളെ. ഞാനൊരു നമ്പർ ഒന്ന് ഇറക്കട്ടെ. ഹലോ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചതേ. സിറ്റിയിൽ സ്നേഹാനഗറില് നരേന്ദ്രൻ എന്നൊരാളുടെ പറമ്പിൽ നിന്നൊരു പ്രതിമ കിട്ടിയിരുന്നില്ലേ, ഒരു പുരാവസ്തു. അത് പുരാവസ്തു വകുപ്പിനെ കളിപ്പിക്കാൻ വേണ്ടി ആ വീട്ടുകാർ തന്നെ പറമ്പി കുഴിച്ചിട്ടതാ. അതെ സർ, പുരാവസ്തു വകുപ്പിനെ കൊണ്ട് സ്ഥലവും വീടും ഏറ്റെടുപ്പിച്ച് നല്ല വില വാങ്ങാനുള്ളൊരു അടവായിരുന്നു. എന്താ? അതെ 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 സർ. നരേട്ടാ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറയാം.
ദേ ഉള്ളതൊക്കെ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയാം, കാല് പിടിക്കാം, രക്ഷിക്കണേന്ന് പറഞ്ഞ് കരയാം. നാട്ടുകാരുടെ മുമ്പിൽ കൊച്ചാവുമായിരിക്കും, പക്ഷെ അപേക്ഷയായിട്ടോ അവരുടെ അടുത്തേക്ക് പോകേണ്ട ഗതികേട് വരില്ലല്ലോ. അത് ഞാൻ കരയാം, ഞാൻ ഉസ്താദാണ്. ദാണ്ട ഇങ്ങനെ. സാറേ അയ്യോ ദേ ഇത് അവര് തന്നെ പുരാവസ്ഥക്കാരെനിക്ക്. അയ്യോ അതെ, എല്ലാരും ശ്വാസം പിടിച്ചിരിക്കണേ, ആരും അനങ്ങരുത്, മിണ്ടരുത്, തുമ്മരുത്. ദേ നമുക്ക് പുറകുവശത്തെ വാതിൽ കൂടെ ഓടാം. അതെ, അയ്യോ എന്ത് വേണം? സാർ ഞങ്ങളെ രക്ഷിക്കണേ സാർ. അല്ല, നിങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. എന്താ പറഞ്ഞേ? രക്ഷിക്കണം, പൊന്നു പെങ്ങളെ രക്ഷിക്കണം. തെറ്റായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാ ഞങ്ങൾ ഈ പ്രതിമ പിടിച്ചെടുത്തത്. ഇപ്പൊ ഇതങ്ങ് ഫയലായി പോയി. ഈ പ്രതിമയിൽ കൂടുതൽ പരീക്ഷണം നടത്തി എന്റെ ജോലി തെറിക്കും. ക്ഷമിക്കണം, ഈ പ്രതിമ ഏറ്റുവാങ്ങി ഞങ്ങളെ സഹായിക്കണം. എന്തായാലും ഡിപ്പാർട്ട്മെന്റിനെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. അതിന് ഞങ്ങൾ അവരോട് പറഞ്ഞില്ലല്ലോ ഇതിന് ഇത്രയും വർഷത്തെ പഴക്കമുണ്ടെന്ന് അല്ലേ? പറ്റിപ്പോയി. നിങ്ങളുടെയും കുറ്റമുണ്ട്, ഞങ്ങളുടെയും കുറ്റമുണ്ട്. എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് തന്നാ മതി. അല്ല, അങ്ങനെ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റൂല, അതിനൊക്കെ ചെലവുണ്ട്. അവസാനിപ്പിച്ചു, എല്ലാം അവസാനിപ്പിച്ചു. ഐ. സുഗുണാ, ഓ, എന്ത് ചേട്ടത്തി? ഡാ, ചിലർക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നടാ, നമ്മള് പുരാവസ്തുവിന്റെ പേരിൽ കുറച്ച് വെള്ളം കുടിക്കുമെന്ന്. നമ്മളാ ചിലപ്പോഴേ കുടിക്കൂ. മഹത്തായ പാരമ്പര്യമുള്ളവരുടെ വീടും പറമ്പും സർക്കാരിൽ മുതൽ കൂട്ടുക, അതൊരു വലിയ അന്തസ്സല്ലേ, അഭിമാനമല്ലേ? ഗവൺമെന്റ് ഒന്ന് എടുത്തെങ്കി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോ ഗവൺമെന്റിന് ഇപ്പോ പുരാവസ്തു വേണ്ടെന്ന്. ശ്ശോ. എന്നാ കേട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞോണ്ടാ രക്ഷപ്പെട്ടത്. എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ലെന്നേ. ഇല്ല ചേട്ടാ, നിങ്ങളുടെ ചേച്ചി പറഞ്ഞിട്ടാണ് പുരാവസ്തു പ്രശ്നം ഒതുങ്ങിയതെന്ന് പറഞ്ഞ് തമാശ ചിരിക്കാതിരിക്കാൻ പറ്റും. ചേച്ചി സത്യമാ പറഞ്ഞത്. ചേച്ചിയാ അയ്യോ ദേ, എന്നെ പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കരുത്. ഈ വാമക്കളെ കൊരങ്ങന്മാർ എന്തറിയുന്നു? കൂട്ടി കല്ലിട്ടാണ് കൈ പോയത്. ചേച്ചി, അവര് നമ്മളെ കൊച്ചാക്കുന്ന കണ്ടിട്ടും ചേച്ചി എന്താ പ്രതികരിക്കാത്ത? മക്കളെ, ഞാനൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ അവൾ വീണ്ടും കിടന്ന് നിലവിളിച്ചേനെ. പക്ഷേ അവളുടെ ടെൻഷൻ അല്പം കുറയ്ക്കാനാ ഞാൻ ഇതിൽ ഇടപെട്ടത്, അല്ലാതെ വീണ്ടും വെപ്രാളം പിടിപ്പിക്കാനല്ല. മനസ്സിലായോ? ഇല്ല. നീ ശിശു അല്ലേടാ. ഓ, ശിശുവാ? ആ ലതാകുമാരി, എന്താ അമ്മാവ ഇത്? ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇത് കുട്ടിക്ക് എന്റെ ബർത്ത്ഡേ സമ്മാനം. അമ്മാവന് കീഴും കിഴക്കൊന്നുമില്ലേ? എന്റെ അമ്മാവ, പിറന്നാൾ അത് ആഘോഷിക്കുന്ന ആളിന് വേണം നമ്മൾ അങ്ങോട്ട് സമ്മാനം കൊടുക്കാൻ. ആയിരിക്കാം, പക്ഷേ ആ തത്വം സാധാരണക്കാരെ സംബന്ധിച്ച് മാത്രം. പക്ഷേ നമ്മൾ ചില നിയോഗങ്ങളുമായി ഭൂമിയിൽ എത്തപ്പെട്ടവരല്ലേ. ബർത്ത്ഡേ സമ്മാനം സ്വീകരിച്ചാലും സ്വീകരിക്കും. ഈ അമ്മാവന്റെ ഒരു കാര്യം. അയ്യോ, ഇതും തോന്നുന്നു. അയ്യോ, ഇതെന്താ ഇത്? അതൊരു കണ്ണുനീർ തുള്ളിയാണ് കുട്ടി. ഒറ്റപ്പെട്ടവന്റെ കണ്ണുനീർ തുള്ളി. കണ്ണുനീർ തുള്ളിയുടെ ഈ പടമാണ് എന്റെ സ്നേഹ സമ്മാനം. അത് ശരി. പക്ഷേ അമ്മാവന്റെ കണ്ണുനീർ തുള്ളിയാൽ ചതുരം പോലെയാണല്ലോ ഇരിക്കുന്നത്. കറക്റ്റ്. ഉറഞ്ഞുറഞ്ഞുറഞ്ഞ് എന്റെ കണ്ണീർ കട്ട പിടിച്ചതാണ് കുട്ടി. സ്വന്തം ഹൃദയരക്തമാകുന്ന കണ്ണുനീർ തന്നെ ഞാൻ സമ്മാനമായി തന്നിരിക്കുകയാണ്. നല്ല സമ്മാനം അമ്മാവ. ഈ സമ്മാനം ഞാൻ സതിക്കുഞ്ഞിനെ കൊണ്ടേ കാണിക്കട്ടെ. സതിക്കുഞ്ഞേ, സതിക്കുഞ്ഞേ.
ഒറ്റപ്പെട്ടവന്റെ കണ്ണുനീർത്തുള്ളി തുടച്ചു മാറ്റില്ല അല്ലേ? ഞാൻ പോവാ. ഈ അമ്മാവന്റെ ഒരു കാര്യം കഷ്ടം. ഇത്രയും നേരമായിട്ട് കാണുന്നുമില്ല. കിളവരും വരാൻ കണ്ട സമയം. കിളവന് വേറെ ഒരു പണിയില്ലേ? അമ്മാവൻ ഇവിടെ പോണം. പറഞ്ഞോ? അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മാവൻ പോ, വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്താ? പോണില്ല അമ്മാവാ? പോണില്ലേ മരുമോനെ? പോണതാ പോണ. എന്നാലും നിങ്ങൾ പോകൂലെന്ന് മരുമോനെ, സത്യത്തിൽ ഇതെങ്ങനെ ഒത്തുന്ന ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. എന്ത്? നമ്മുടെ ഈ ഡ്രസ്സിങ്ങിന്റെ മാച്ച് ഇതെങ്ങനെ മാച്ചിങ് ആവുന്നേ? ഇത് ഏകദേശം മാച്ച് അല്ലേ? ഇത് ഒപ്പിച്ച പാടെ എനിക്കറിയാം. ഞാൻ മനസ്സിനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം? എന്നിട്ട് മനസ്സ് മറുപടി പറഞ്ഞില്ലേ? ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കിയിട്ട് യോജിച്ച കളർ ഇടുന്നത് കൊണ്ടാണെന്ന്. അയ്യേ, മോശം മോശം. ഇനി തല പോലെ ശരി, നമ്മള് നേരെ വാ, നേരെ പോ. ആ, എല്ലാ പത്മകുമാർ ഒരു കാര്യം ചെയ്യും, നേരെ അങ്ങ് പൊയ്ക്കോ. നേരെ അങ്ങ് പൊയ്ക്കോളാൻ. പോകാം പോകാം. പക്ഷേ ഒരു മിനിറ്റ്, എനിക്ക് രമ്യയുടെ ഒരു കാര്യം. എന്താ? നമുക്ക് അപ്പുറത്തെ സ്റ്റോപ്പിൽ പോയി നിൽക്കാം. അപ്പൊ യവൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, എളുപ്പം ബസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നു. വാ മക്കളെ, നമുക്ക് ഇഷ്ടം പോലെ ലോകകാര്യമൊക്കെ പറഞ്ഞ് സുഖമായിട്ട് അങ്ങനെ പോകാം. ഐക്യമദ്യം മഹാബലം. ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ 100 ഇരട്ടി വിജ്ഞാനപ്രദമാണ് സംഘം മോള് പോയിക്കോ, പോയിക്കോ. നമുക്ക് അറിവുകൾ പങ്കുവയ്ക്കാം. മോള് പോയിക്കോ, ഞങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ കയറിക്കോളാം. മോള് പോന്ന്. അല്ല, അമ്മാവനും പത്മകുമാരും കൂടെ നടക്ക്. എനിക്കും ആ കുട്ടിക്കും കൂടെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏയ്, അമ്മാവന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. അറിയണം. എനിക്കാണെങ്കിൽ പൊതുവിജ്ഞാനം അറിയില്ല. ജനറൽ നോളജിന് വട്ടപൂജ. കള്ളം, പച്ച കള്ളം അമ്മാവാ. എവന് ജനറോളജിന് ഫുൾ മാർക്കാ, എനിക്കാ 0. ഞാനാണ് എപ്പോഴും തോറ്റ് തൊപ്പിയിടുന്നത്. മണ്ടൻ മണ്ടൻ എന്നാണ് സാറെന്നെ വിളിക്കുന്നത്. എന്നെ മരമണ്ടെന്ന് വിളിക്കുന്നത്. കള്ളം പറയാ. ഇന്ത്യയുടെ തലസ്ഥാനം പോലും എനിക്കറിയില്ല. അയ്യോ, അറിയാം. ലോകകാര്യം സംസാരിക്കാൻ എനിക്ക് അറിയില്ല. മക്കളെ, നിങ്ങൾ ഇത്ര അറിവില്ല പൈതങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പഠിപ്പിച്ചുതരാം, അമ്മാവനെല്ലാം പഠിപ്പിച്ചുതരാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, പിന്നെ അന്റാർട്ടിക്ക. ഇതിൽ വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് എന്നെ വിട്. പിടിക്കലടാ മക്കളെ. എന്താ? കുട്ടിക്ക് സന്തോഷമായല്ലോ. ഒറ്റപ്പെട്ടവൻ. ഈ അമ്മാവന് ഒറ്റപ്പെട്ടവനാണ്. ഏകാന്തതയുടെ തുരുത്തിലാണ് കുട്ടി. എന്റെ ഈശ്വരാ, കുട്ടിക്ക് കൂട്ടായി ഞാൻ നിൽക്കാം എന്നും. ഇത് പന്തക്കുളത്ത് പടയായല്ലോ. എന്താ കുട്ടി? ആ, ദേ ലീലാവതി ചേച്ചി വരുന്നു. എന്നാ ഞാൻ പോട്ടെ കുട്ടി. എന്താ രമ്യ? കേരളത്തിലെ പെണ്ണുങ്ങൾ പതിവായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാ ചേച്ചി.
ചേച്ചി അയ്യോ കുഞ്ഞെ, എനിക്ക് സ്റ്റൂള് വേണ്ട. ഇതെനിക്ക് ചേച്ചി എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസമായിട്ട് ആകെ ഒരു മന്നത, ശരീരത്തിനൊക്കെ ഒരു വല്ലാത്ത ഭാരം, ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാതെ ചടഞ്ഞുകൂടി ഇരിപ്പ, ഒരുമാതിരി മന്നിച്ച് കിടക്കുന്നു. ഒരുമാതിരി ക്രാവലല്ലേ മക്കളെ? ആഹാ, അത് തന്നെ. ആ അങ്ങനെ വരട്ടെ. ഇത് മറ്റവൻ തന്നെ. ഏവൻ? മറ്റേ ഒരുത്ത ഉണ്ടല്ലോ, ഒരു ഭയങ്കര കില്ലാടി, ഈ ഷുവറിന്റെ ബ്രദറെ. ഒരു വായിക്കൊള്ളാത്ത പേര്. കൊളസ്ട്രോളോ? ആ സ്റ്റോളി തന്നെ. ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചേച്ചി. വിശ്വേട്ടനും പറഞ്ഞു മരുന്ന് കഴിച്ചു തുടങ്ങണം. എന്റെ കുഞ്ഞേ, ദേ മത്തിനും മന്ദതയ്ക്കൊക്കെ ഉണ്ടല്ലോ മരുന്ന് അകത്തേക്കല്ല ചെല്ലേണ്ടത്. പിന്നെ പുറത്തെ ഈ തടി, ഇതിനാണ് മരുന്ന് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഈ തടി ഒന്ന് കുറയ്ക്കണം. സകല അസുഖങ്ങൾ അതിന്റെ പുറകെ അങ്ങ് പോകും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സുരേന്ദ്രൻ ഡോക്ടറുടെ ഭാര്യക്ക് എത്ര വയസ്സ്? ഒരു 35. 35. അത് 11 കൊല്ലത്തിന് മുമ്പ് ദാ കിടക്കണ്. എന്ന് വെച്ചാ വയസ്സിപ്പോ 46 ആയെന്ന്. ഓ അയ്യോ, അവർക്ക് 46 വയസ്സോ? എന്ത് വിശ്വാസം വരുന്നില്ലല്ലേ? ആദ്യം ഞാൻ അവിടെ ജോലിക്ക് ചെയ്യുന്നപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല കുഞ്ഞെ. പിന്നെ കൊച്ചമ്മ തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്, ലതാകുമാരി എനിക്ക് വയസ്സ് എത്രയായെന്ന്. അയ്യോ, നല്ല മെലിഞ്ഞ് സ്ലിമ്മായില്ലേ അവരിയ്ക്കുന്നേ. ആ കുതിര കുട്ടിയെ പോലെ ചാടി ചാടിയല്ലേ നടക്കണത്. ഈ ആണുങ്ങക്കെ പെണ്ണുങ്ങൾ മെലിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ തടി പെട്ടെന്ന് കുറയാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഡോക്ടർ അമ്മയുടെ വീട്ടില് ഒരു യന്ത്രമുണ്ട്, എന്തോ ഒരു മില്ലാണ്. ട്രെഡ്മില്ലാണോ? അത് തന്നെ, അത് തന്നെ. വീട്ടിനകത്ത് തന്നെ ഓടുകയും ചാടുകയും ചെയ്യാൻ പറ്റണ ഒരു യന്ത്രം. ഡോക്ടറും ഭാര്യയും മക്കളും എല്ലാം അതിൽ തന്നെ ഓടുകയും ചാടുകയും എല്ലാ അഭ്യാസങ്ങളും. അതിന്റെ ഒരു ചുറുചുറുക്ക അവരെ ദേഹത്ത് കാണുന്നത്. അത് ശരി.